السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മസദ് എന്ന അധ്യായമാണ് വിശദീകരിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ് ഈ സൂറത്തിൻ്റെ നാമമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിലാണ്, രണ്ടാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരിലാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ. ഖാലു വകൈഫ യഖറഉ സുലുസൽ ഖുർആൻ? ഖാല ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. അപ്പോൾ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം പാരായണം ചെയ്യുന്നതിന് തുല്യമാണെന്ത്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്. അപ്പോൾ അത് 3 പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്താണ്? ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ് ഒരാൾക്ക് ലഭിക്കുക എന്നാണ്. അപ്പോൾ അവിടെ ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. അതാണ് രണ്ടാമത്തേതായിട്ട് ആ സൂറത്തിൻ്റെ പേരായി പറയപ്പെടുന്നത്. മൂന്നാമത്തെ ഒരു പേര് അൽ മുഅവ്വിദാത്ത്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൂറത്തുകളാണ്. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖ്റഅ ബിൽ മുഅവ്വിദാതി ഫീ ദുബുരി കുല്ലി സ്വലാഹ്. നിസ്കാരത്തിന് ശേഷം ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് അത് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യുന്നതിന് തുല്യമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ വല്ലദീ നഫ്സി ബിയദി. എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. അത് ഖുർആനിൻ്റെ 1/3 ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ അത്രയും പ്രാധാന്യം എന്തുണ്ട് സൂറത്തിനുണ്ട് എന്നാണ്. ആയത്ത് വളരെ ചെറുതാണ് എങ്കിലും പ്രാധാന്യം, അതിൻ്റെ പ്രാധാന്യത്തിലുള്ള വലിപ്പം വലിയതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലം എന്ത് ചെയ്യാൻ പറ്റും? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സുന്നത്തുകളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, നമ്മളെ ഈ സൂറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? തൗഹീദിൽ ഉണർത്തുന്നുണ്ട്. തൗഹീദിൻ്റെ പ്രാധാന്യത്തെ ഈ സൂറത്ത് ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ സൂറത്തിൻ്റെ പുണ്യം നബി പഠിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം വലിയ പുണ്യമാണ് ഈ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുക. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നിസ്കാരത്തിന് ശേഷം മുഅവ്വിദാത്ത് ഓതാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അതാണ് ഈ സൂറത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്ബത്ത് ബിൻ ആമിർ പറയാണ്, ഞാൻ റസൂലിനെ കണ്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അല ഉഅല്ലിമുക സൂറൻ മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫി സബൂരി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഫുർഖാൻ. തൗറാത്തിലും സബൂറിലും ഇൻജീലിലും ഫുർഖാനിലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയപ്പെട്ടതുപോലെയുള്ള ഒരു സൂറത്ത് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബി ചോദിക്കാൻ ഉഖ്ബത്ത് ബിൻ ആമിറിനോട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യഅതിയന്ന അലൈക ലൈലത്തുൻ ഇല്ലാ ഖറഅതഹുന്ന ഫീഹാ. നിന്നിലൂടെ ഒരു രാത്രിയും കടന്നു പോകാൻ പാടില്ല നീ പറയുന്ന സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടല്ലാതെ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോൾ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഉഖ്ബ എന്ന സ്വഹാബിയെ കുറിച്ച് പറയാണ്, ഫമാ അതത അലയ്യ ലൈലത്തുൻ ഇല്ലാ ഖറഅതുഹുന്ന ഫീഹാ വഹുഖ ലി അല്ലാ അദഅഹുന്ന വഖദ് അമറനി ബിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു രാത്രിയും അത് പാരായണം ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ്. അത്രയും പ്രാധാന്യം ഉണ്ട് ആ സൂറത്തിനുണ്ട്. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും സൂറത്തുൽ ഇഖ്ലാസ് എന്ത് ചെയ്യണം, പാരായണം ചെയ്യണം. മറ്റൊരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് അബ്ദുല്ലാഹിബ്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖറജ്നാ ഫീ ലൈലത്തിൻ മതീറത്തിൻ വദുൽമത്തിൻ ശദീദത്തിൻ നത്ലുബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ലനാ ഫഅദ്റക്തുഹു ഫഖാല ഖുൽ ഫലം അഖുൽ ശൈഅൻ ثم قال قل فلم أقل شيئا ثم قال قلت ما أقول قال قل هو الله أحد والمعوذتين حين تمسي وحين تصبح 3 مرات تكفيك من كل شيء. അപ്പോൾ ഒരു ദിവസം റസൂലിൻ്റെ കൂടെ ഒരു രാത്രിയിൽ എന്ത് ചെയ്യാണ്, ഇരുട്ടുള്ള രാത്രിയിൽ റസൂലിൻ്റെ കൂടെ യാത്ര പോവുക. ആ യാത്ര പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ എന്ത് ചെയ്യണം, ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യണം. അതോടൊപ്പം മുഅവ്വിദത്തൈനിയും പാരായണം ചെയ്യണം. എപ്പോഴൊക്കെ? രാവിലെയും വൈകുന്നേരങ്ങളിലും 3 പ്രാവശ്യമാണ് പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാത്തിൽ നിന്നും എന്ത് മതി, ആ 3 പാരായണം ചെയ്തത് അതിൻ്റെ ജീവിതത്തിന് മതിയായതാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ലഭിക്കുകയും പ്രതിഫലം കൊണ്ട് മതിയായതുമാണെന്ത്, ഈ പറയുന്ന 3 സൂറത്തുകൾ. അപ്പോൾ പാരായണം ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വേദനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് ചികിത്സിക്കാറുണ്ടായിരുന്നു എന്നാണ്, റുഖിയ നടത്താറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദശ്തക യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി വയൻഫുസ്. അപ്പോൾ റസൂൽ എന്തെങ്കിലും വേദന ബാധിച്ചു കഴിഞ്ഞാൽ റസൂൽ എന്ത് ചെയ്യും, റസൂൽ പാരായണം ചെയ്യും. എന്നിട്ട് റസൂൽ നഫസ് നടത്തും. എന്നിട്ടോ ഫലമഷ്തദ്ദ വജഅഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹി. അപ്പോൾ റസൂലിൻ്റെ എന്ത് ചെയ്തു, റസൂലിൻ്റെ രോഗം കഠിനമായി. അപ്പോൾ രോഗം കഠിനമായ സന്ദർഭത്തിൽ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്ത് ചെയ്യും, പാരായണം ചെയ്തു കൊടുക്കും. എന്നിട്ട് റസൂലിൻ്റെ കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, തടവും. കാരണം റസൂലിൻ്റെ കയ്യിന് എന്തുണ്ട്, ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും ശരീരത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനസികമായിട്ട് എങ്ങനെയായാലും ഈ സൂറത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ റുഖിയ നടത്താൻ, ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ പലപ്പോഴായി നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു വിഷയമാണെന്ത്, ഇത്തരത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് സ്വന്തത്തിന് ചികിത്സകൾ ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയവുമാണ്. അതോടൊപ്പം തന്നെ എന്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിലുള്ള വൈദ്യശാസ്ത്രപരമായ ചികിത്സകൾ, ആ ചികിത്സയെയും പാടെ ഒഴിവാക്കുക എന്നുള്ളത് എന്തല്ല, അത് ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് തദാവു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ചികിത്സയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. കാരണം റസൂല് പഠിപ്പിച്ചതാണ്, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയുള്ളൂ എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചികിത്സ കൂടി എന്ത് ചെയ്യണം, നമ്മൾ നടത്തണം എന്നുള്ളതാണ്. എന്നിട്ട് മറ്റൊരു സന്ദർഭം നമുക്ക് പറഞ്ഞു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി ثم نفث فيهما فقرأ فيهما قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس. അപ്പോൾ റസൂൽ വിരിപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റസൂലിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഈ പറയുന്ന സൂറത്തുകൾ ഓതി റസൂൽ തടവാറുണ്ടായിരുന്നു എന്നാണ്. ശരീരത്തിൽ എവിടൊക്കെ തടവാൻ സാധിക്കുമോ അതൊക്കെ റസൂൽ തടവാറുണ്ടായിരുന്നു. 3 പ്രാവശ്യമായിരുന്നു ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത്. മറ്റൊരു സന്ദർഭം എന്നുള്ളത് ബുറൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പറയുന്നത് കേൾക്കാൻ. എന്താണ് ആൾ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നക അൻതല്ലാഹ് അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലഫ്ള് ഏതാണ്? സൂറത്തിൽ വന്ന ലഫ്ളാണ്. അല്ലാഹുവേ നീയാണ് അഹദ്, നീയാണ് സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഈ പറയുന്ന ആയത്തിലെ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ഇത് നബി കേൾക്കുകയാണ്. നബി കേട്ടിട്ട് ആ സന്ദർഭത്തിൽ നബി പറഞ്ഞു കൊടുക്കുകയാണ്, ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരമായ നാമത്തെ മുൻനിർത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രാർത്ഥിച്ചിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അല്ലദീ ഇദാ സുഇല ബിഹി അഅതാ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? നമുക്ക് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം, ഏറ്റവും ഉന്നതമായ നാമം കൊണ്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമുക്ക് നൽകും. പിന്നെയോ വഇദാ ദുഇയ ബിഹി അജാബ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായാലും ഉത്തരം ലഭിക്കും. ആ രൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും, നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യത ഉള്ളതാണെന്ത്? ഈ പറയുന്ന സൂറത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ ഏറ്റവും സവിശേഷമായ ഗുണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ കുറിച്ചാണെന്ത്? എല്ലാ വർണ്ണനയും അള്ളാഹുവിനെ കുറിച്ചാണ്. സൂറത്ത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ അള്ളാഹുവിനെ കുറിച്ച്. മറ്റൊന്ന്, ഈ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു അൻസാരിയായ വ്യക്തി, അദ്ദേഹം ഖുബാ പള്ളിയിൽ ഇമാമ് നിൽക്കുന്നത് അദ്ദേഹമാണ്. വകാന കുല്ലമാ ഇഫ്തതഹ സൂറതൻ യഖറഉ ബിഹാ ലഹും ഫിസ്സലാത്തി മിമ്മാ യുഖറഉ ബിഹി ഇഫ്തതഹ ബിഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യും? ഈ പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ട്. എപ്പോഴും പാരായണം ചെയ്യും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? വേറൊരു സൂറത്തും പാരായണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? എപ്പോഴും ഇങ്ങനെ ഇദ്ദേഹം പാരായണം ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് തോന്നാൻ തുടങ്ങി. എന്നാലോ ആ സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ഇദ്ദേഹമാണ്. ഇമാമ് നിൽക്കാൻ ഏറ്റവും അർഹൻ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പാരായണം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ ഒഴിവാക്കാം. ഞാൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് എന്ത് ചെയ്യൂല? ഞാൻ ഒഴിവാക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ താല്പര്യമില്ല. അതിന് ഇദ്ദേഹത്തെ തന്നെ എന്ത് ചെയ്യും? ഇവർ ഇമാമായി നിർത്തും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനിടയായപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ സംഭവം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ ഫുലാൻ മാ യംനഉക അൻ തഫ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക, താങ്കളുടെ സമൂഹം താങ്കളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ടല്ലോ, അത് ചെയ്യാൻ എന്താണ് താങ്കൾക്ക് തടസ്സം എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറയുന്നത്, ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ സൂറത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ നബി അവിടെ ചോദിച്ചത്, എല്ലാ റക്അത്തിലും എന്തിനാണ് നീ പാരായണം ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സൂറത്ത് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ്. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. അപ്പോൾ ആ സൂറത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സൂറത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ സൂറത്ത് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് ആ സൂറത്ത് അവന് തുറന്നു കൊടുക്കുക എന്നാണ്. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്,
أن النبي صلى الله عليه وسلم بعث رجلا على سرية وكان يقرأ لأصحابه في صلاتهم فيختم بقل هو الله أحد. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ഒരാളെ ഒരു സൈന്യത്തിൻ്റെ കൂടെ അയച്ചു എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ആ സൈന്യത്തിന് വേണ്ടി ഇമാമ് നിൽക്കുന്ന സന്ദർഭത്തിലും ഇതേപോലെ എന്ത് ചെയ്യും? അവസാനിപ്പിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് കൊണ്ടാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം വേവലാതിപ്പെട്ടു. നബി പറഞ്ഞത്, നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള കാരണം. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ. അതെന്താണ്? റഹ്മാനിൻ്റെ സിഫത്താണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹിൻ്റെ സിഫത്ത് വായിക്കാൻ, അള്ളാഹുവിൻ്റെ സിഫത്ത് പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്ബിറൂഹു അന്നല്ലാഹ തആല യുഹിബ്ബുഹു. അവൻ അറിയിച്ചു കൊടുക്കണം, അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവൻ അറിയിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് സിഫത്തുകളുണ്ട്. അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടി എന്ത് ചെയ്യും? അവന് ലഭിക്കും എന്ന് പറഞ്ഞു വെക്കാൻ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ. അപ്പം നബി പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി എന്ന് പറഞ്ഞു. വജബത്ത്, നിർബന്ധമായി. അപ്പോൾ സഹാബാക്കൾക്ക് മനസ്സിലായില്ല എന്താ ഈ നിർബന്ധമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹാബാക്കൾ ചോദിച്ചു, മാ വജബത്ത്, എന്താണ് റസൂലെ നിർബന്ധമായത്? ആ സന്ദർഭത്തിൽ പറയാണ്, അൽ ജന്ന, സ്വർഗം ചെയ്തിട്ടുണ്ട്, നിർബന്ധമായിട്ടുണ്ട്. ഫഅറത്തു അൻ ആതിയഹു ഫഉബശ്ശിറഹു. ഇങ്ങനെ ഹദീസ് വേറൊരു ചില വിഷയങ്ങളാണ് പിന്നെ ശേഷം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ സൂറത്ത് പാരായണം ചെയ്ത ഒരാൾക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? സ്വർഗമുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയാം. മറ്റൊരു ഫളലായിക്കൊണ്ട് ഈ സൂറത്തിൻ്റെ ഫളലായി പറയപ്പെടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? തൻ്റെ സുബ്ഹി നിസ്കാരത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്തിരുന്നു എന്നാണ്. അന്ന റജുലൻ ഖാമ ഫറകഅ റക്അതൈ അൽ ഫജ്ർ വഖറഅ ഫിൽ ആഖിറ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ ഇൻഖലതിസ് സൂറ. ഒരാൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്തു എന്നാണ്. പൂർണ്ണമായും പാരായണം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഹാദാ അബ്ദുൻ ആമന ബിറബ്ബിഹി, തൻ്റെ റബ്ബിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചവനാണ് ആര്? ഈ സൂറത്ത് പാരായണം ചെയ്തവൻ. 12ാമത്തെ ഫള് എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു ബിസലാസ്. റസൂൽ വിത്റാക്കാറുണ്ടായിരുന്നു. എത്ര റക്അത്ത്? 3 റക്അത്ത്. യഖറഉ ഫിൽ ഊലാ ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല വഫി الثانിയ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഫി الثالثة ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് കൊണ്ടായിരുന്നു റസൂൽ അവസാനിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. 13ാമത്തേത് ഫജ്റിൻ്റെ സുന്നത്തിൽ, ഫജ്ർ നിസ്കാരത്തിൻ്റെ സുന്നത്തിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി റക്അതൈനി ഖബ്ല ഫജ്ർ വകാന യഖൂൽ നിഅമ സൂറതാനി ഹുമാ. റസൂൽ പറയും, എത്ര നല്ല സൂറത്തുകളാണ് ആ പറയപ്പെട്ട 2 സൂറത്തുകൾ. തഖറഊനഹുമാ ഫിർ റക്അതൈനി ഖബ്ല ഫജ്ർ, ഫജ്റിൻ്റെ മുമ്പുള്ള 2 റക്അത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പാരായണം ചെയ്യണം. ഏതൊക്കെയാണ് ആ സൂറത്ത്? ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മറ്റൊന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ്. അപ്പോൾ ഇതാണ് ഈ സൂറത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് സന്ദർഭത്തിൽ എന്തുണ്ട്? നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയുള്ള സമയം, അതോടൊപ്പം തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള സമയം, ഇങ്ങനെ ഒരുപാട് സന്ദർഭത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്തായി ഗണിക്കപ്പെടുന്നുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സുന്നത്ത് എന്ത് ചെയ്യണം? നമ്മൾ വളരെ കണിശമായി ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ സൂറത്ത് അവതീർണമായിട്ടുള്ളത് മക്കയിലാണ്. സൂറത്ത് മക്കിയാണ്. ഈ സൂറത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായി പറയുന്നത് ബയാനു മാ യജിബു ലില്ലാഹി തആല മിൻ സിഫാത്തിൽ കമാൽ വബയാനു മാ യജിബു തൻസീഹുഹു അൻഹു മിനൻ നഖായിസി വൽ അംസാൽ. അള്ളാഹുവിന് ഒരുപാട് ഉന്നതമായ ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നത് സ്ഥിരപ്പെടുത്തലാണ്. മറ്റൊന്നോ, അള്ളാഹുവിനെ മോശമായ രൂപത്തിൽ അള്ളാഹുവിനെ ചെറുതാക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഗുണങ്ങളൊന്നും എന്തില്ല? അള്ളാഹുവിനില്ല. അത്തരത്തിലുള്ള പോരായ്മകൾ അള്ളാഹുവിനില്ല എന്നുകൂടി ഈ സൂറത്ത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്ന ഒന്നാമത്തെ വിഷയം അള്ളാഹു ഏകനാണെന്നുള്ളതാണ്. ഇസ്ബാത്തു വഹ്ദാനിയത്തില്ല, അള്ളാഹു ഏകനാണ്. രണ്ടാമത്തേത്, അള്ളാഹു പൂർണ്ണമായ കമാലായ സിഫത്തിന്
ഉടമസ്ഥനാണ് ആര്? അള്ളാഹു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ സിഫത്തും നമ്മുടെ സിഫത്തും തമ്മിൽ എന്തുണ്ട്? ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അള്ളാഹു കേൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം കേൾക്കും. അത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹ് എന്ത് ചെയ്യും? കേൾക്കും. ഇനി കേട്ട് കഴിഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് അതെന്ത് ചെയ്യൂല? മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകൂല. എന്നാൽ നമ്മുടെ കേൾവിക്ക് എന്തുണ്ട്? പരിമിതിയുണ്ട്, പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കേൾക്കാൻ പറ്റൂല. അപ്പൊ ഏറ്റവും ഉന്നതനാണ് അള്ളാഹു. ആ ഉന്നതനായ അള്ളാഹുവിൽ ഉന്നതമായ സവിശേഷ ഗുണങ്ങളുണ്ട് എന്ന് ഈ സൂറത്ത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തേത് ഇബ്താലു അൻ യകൂന അല്ലാഹു വാലിദൻ ഔ അൻ യകൂന മൗലൂദൻ. അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? വേറെ ഒരാൾ അള്ളാഹുവിനെ ഉണ്ടാക്കിയതല്ല, മറിച്ച് അള്ളാഹു തനിയെ ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരാൾക്ക് പ്രസവം നൽകിയിട്ടുമില്ല. അള്ളാഹുവിന് സന്താനമായിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുമില്ല. വേറൊരാളുടെ സന്താനവുമല്ല, അള്ളാഹുവിന് സന്താനമായിട്ട് വേറെ ഒരാളും തന്നെ ഇല്ലതാനും. നാലാമത്തേത് തൻസീഹുഹു അല്ലാഹ അനിൻ നദീരി വൽ മസീൽ. അള്ളാഹുവിനെ പോലെയുള്ളത് എന്തില്ല? ഇല്ല. അള്ളാഹുവിനെ പോലെയുള്ളത് പോലും ഇല്ല എന്നാണ് ഈ സൂറത്ത് സ്ഥിരപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ താങ്കൾ പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ ഖുൽ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ മൊത്തം എന്ത് ചെയ്യേണ്ടതാണ്? പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയാണ്, ഇതെന്തായാലും എന്ത് ചെയ്യണം? പറയണം. ഹുവല്ലാഹു, കാര്യം അല്ലാഹു, അഹദ്, അല്ലാഹു ഏകനാണ്. അപ്പോൾ ഇതാരോടാ പറയുന്നത്? മക്കയിലുള്ള മുശ്രിക്കുകളോട് പറയാം, അല്ലാഹു ഏകനാണ്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ എന്തില്ല? അള്ളാഹുവിനൊരു പങ്കുകാരൻ ഇല്ലതാനും. പ്രത്യേകിച്ചും ഇബാദത്തിന്റെ വിഷയത്തിൽ എന്തില്ല? അള്ളാഹുവിന് പങ്കുകാരനില്ല. മറ്റു വിഷയങ്ങൾ എന്ത് ചെയ്തിരുന്നു? ആ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. അള്ളാഹു ആണ് ഭൂമി സൃഷ്ടിക്കുന്നത്, അള്ളാഹു ആണ് പരിപാലിക്കുന്നത് എന്നൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അപ്പൊ അവരോട് പറയണം, അള്ളാഹു എല്ലാത്തിലും ഏകനാണ്, അള്ളാഹുവിന് എന്തില്ല? യാതൊരു പങ്കുകാരനുമില്ല എന്ന് ഉറപ്പിച്ചു പറയാണ്. കുൽ, നബിയെ താങ്കൾ പറയണം, ഹുവ, കാര്യം അല്ലാഹു, അല്ലാഹു ആകുന്നത്, അഹദുൻ, അവൻ ഏകനാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ മറുപടി ഉണ്ട്. ഒന്നാമത്തേത് യഹൂദികൾക്ക് ഇതിൽ മറുപടി ഉണ്ട്, നസാറാക്കൾക്ക് ഇതിൽ മറുപടി ഉണ്ട്. നസാറാക്കൾ പറയുന്നത് എന്താ? ത്രിയേകത്വമാണ്. അവര് ട്രിനിറ്റിയാണ് നസാറാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മജൂസികൾക്ക്, മുശ്രിക്കീങ്ങൾക്ക്, ഹുലൂലുവാദക്കാർ, ഹുലൂൽ എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാത്തിലും അള്ളാഹു ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. എല്ലാ ശരീരത്തിലും എന്തുണ്ട്? അള്ളാഹു ഉണ്ട് എന്ന വാദം വാദിക്കുന്ന ആളുകൾ. അപ്പൊ പിഴച്ചുപോയ ഏതൊക്കെ മതങ്ങളുണ്ടോ ആ മതത്തിനൊക്കെ എന്തുണ്ട്? ഈ ആയത്തിൽ മറുപടിയുണ്ട്. അള്ളാഹു ആരാണ്? ഏകനാണ്. കാരണം അള്ളാഹു ഏകനാണ് എന്നുള്ളത് മനസ്സെന്ത് ചെയ്യുന്നതാണ്? ഫിത്രത്ത് തേടുന്ന വിഷയമാണ്. കാരണം ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ എന്തേ ഉള്ളൂ? ഒറ്റ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ഒറ്റൊരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ബാക്കി ഒരുപാട് ആരാധ്യന്മാർ ഭൂമിയിൽ പറയപ്പെടുന്നുണ്ട് എങ്കിലും സത്യത്തിൽ ആരാധിക്കപ്പെടാൻ ഏറ്റവും അർഹനാര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പം അതാണ് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് സൂറത്തുൽ ഇഖ്ലാസും അതോടൊപ്പം തന്നെ സൂറത്തുൽ കാഫിറൂനും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് സൂറത്താണ്. ഒന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇബാദത്തും ആരാധനയും ഇതൊക്കെ ആർക്കേ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്തും തൗഹീദുർ റുബൂബിയയുമാണ്. തൗഹീദുർ റുബൂബിയയും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തുമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. കാരണം അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന് സമന്മാരില്ല എന്നിങ്ങനെയുള്ള ആശയങ്ങൾ. എന്നാൽ സൂറത്തുൽ കാഫിറൂനിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്താണ്? ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ആർക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന വിഷയമാണ് സൂറത്തുൽ കാഫിറൂനിൽ പറയുന്നത്. അതാണ് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യൂല? ആരാധിക്കൂല. അപ്പോൾ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട തൗഹീദാണ് ഏത്? തൗഹീദുൽ ഉലൂഹിയ്യ. അതിൻ്റെ മറ്റൊരു പേരാണ് തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഇബാദ എന്നത്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൽ രണ്ട് തരം തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയയും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും. എന്നാൽ മറ്റേതിൽ
തൗഹീദുൽ ഉലൂഹിയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാണ് അല്ലാഹു അസ്സമദ്. അള്ളാഹു ആണ് ആര്? സമദ് എന്നാണ്. അള്ളാഹു ആണ് സമദ്. അപ്പൊ സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആശ്രയിക്കുന്നവനാണെന്ത്? അസ്സമദ് എന്ന് പറയാം. അപ്പോൾ എല്ലാ സൃഷ്ടികളും ആരെ ആശ്രയിക്കുന്നുണ്ട്? അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട്. ഒരു അവിശ്വാസി ആയാൽ പോലും ആരാശ്രയിക്കണം? അള്ളാഹുവിനെ ആശ്രയിക്കണം. എന്തെങ്കിലും കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ ആശ്രയിക്കണം. അതല്ലാതെ എന്ത് ചെയ്യൂല? ഒരു അവിശ്വാസിക്ക് പോലും യാതൊന്നും ലഭിക്കൂല എന്നാണ്. അപ്പൊ എല്ലാ ആളുകളും ആശ്രയിക്കുന്നവനെയാണ് അറബിയിൽ അസ്സമദ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ ആശ്രയിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ്. വേറൊരാളും എന്ത് ചെയ്യുന്നില്ല? ആ രൂപത്തിൽ ആശ്രയിക്കപ്പെടുന്നില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? ലം യലിദ്, ജന്മം നൽകിയിട്ടില്ല. അള്ളാഹു വേറെ ഒരാൾക്ക് എന്ത് ചെയ്തിട്ടില്ല? ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, വേറെ ഒരാളിൽ നിന്ന് ജനിച്ചിട്ടുമില്ല എന്നാണ്. അപ്പൊ അള്ളാഹു ഒരാൾക്ക് ജന്മം നൽകിയിട്ടില്ല. അള്ളാഹു വേറെ ഒരാളുടെ കാര്യത്തിൽ നിന്ന് വന്നതുമല്ല. അള്ളാഹു എന്താണ്? അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ അസ്സമദ് എന്ന ആശയത്തെ വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും ബലപ്പെടുത്തുകയാണ് അടുത്ത ആയത്തിൽ ചെയ്യുന്നത്. അള്ളാഹു ആരിലേക്കൊന്നല്ല ആവശ്യക്കാരനല്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ഉണ്ട് എങ്കിലൊക്കെ നമ്മൾ എന്തുണ്ട്? അവരിലേക്ക് ആവശ്യക്കാരായി വരുന്നുണ്ട്. നമ്മൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ എന്താണ്? അവരുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ അള്ളാഹുവിന് എന്തില്ല? അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്ന വിഷയമാണെന്ത്? അള്ളാഹുവിന് മക്കളുണ്ട്. അതിനെതിരെയുള്ള മറുപടിയാണെന്ത്? ഈ ആയത്ത്. സൂറത്തുൽ അൻആമിലെ 101 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ വഖലഖ കുല്ല ഷൈഇൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എങ്ങനെയാണ് അള്ളാഹുവിന് മക്കൾ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അവനാകട്ടെ ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആ റബ്ബാണ്. പിന്നെ എങ്ങനെയാണ് ആ റബ്ബിന് മക്കൾ ഉണ്ടാവുക? അള്ളാഹു അത്രയും ഉന്നതി പ്രാപിച്ചവനാണ് എന്ന് പറഞ്ഞു വെക്കാൻ. ഇനി അള്ളാഹുവിന് മക്കളുണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖു മിൻഹുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആകാശത്തെയും ഭൂമിയെയും പർവ്വതങ്ങളെയും പിളർത്തുന്ന പ്രവർത്തനമാണെന്ത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയാം. അപ്പം അള്ളാഹുവിന് മക്കളുണ്ട് എന്ന ആശയം പുലർത്തുന്ന എന്തൊക്കെയുണ്ടോ അതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് സപ്പോർട്ട് നൽകുക എന്നുള്ളത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ പൂർണ്ണ അർത്ഥത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടു നിൽക്കണം. കാരണം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബിൻ്റെ വിഷയത്തിൽ, ആ റബ്ബിൽ വിശ്വസിക്കുന്നതിൽ എന്ത് ചെയ്യും? കോട്ടം തട്ടിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. അല്ലാഹുവിനെന്തില്ല? അങ്ങനൊരു സന്താനത്തെ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനില്ല എന്നാണ്. അപ്പോൾ മനുഷ്യന് സന്താനത്തെ വേണ്ടേ? മനുഷ്യൻ സന്താനത്തിലേക്ക് ആവശ്യക്കാരനാണ്. മനുഷ്യൻ ദുർബലനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് അവിടെയാണ്. മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണ് എങ്കിലും സന്താനത്തിലേക്ക് എല്ലാ മനുഷ്യന്മാരും ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും സന്താനമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അങ്ങേയറ്റത്തെ ഒരു വിഷമം ഉണ്ടാകും. ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രായം ചെന്ന ആളുകൾ എന്ത് ചെയ്യും? അവരുടെ മക്കളിലാണ് എന്ത് ചെയ്യാറുള്ളത്? ആശ്രയിക്കാറുള്ളത്. അപ്പം അവിടെയാണ് ആ സന്താനങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുക. പിന്നെ മനുഷ്യൻ എന്ന നിലക്ക് ലഈഫാണ്, ദുർബലനാണ്. അതുകൊണ്ട് സന്താനത്തിലേക്ക് ആവശ്യക്കാരാണ്. എന്ന് അല്ലാഹ് എന്തല്ല? ദുർബലനല്ല. അള്ളാഹു അസ്സമദ്, പൂർണ്ണാർത്ഥത്തിലുള്ള സമദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ ആശയം വന്നിട്ടുണ്ട്. അതായത് അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുകയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ചീത്ത പറയുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ വളരെയേറെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് അല്ലാഹുമ്മ അൻതൽ അവ്വൽ. അള്ളാഹു നീയാണ് ആദ്യമായിട്ടുള്ളവൻ. ഫലൈസ ഖബലക ഷൈഉൻ, നിന്റെ മുമ്പ് എന്തില്ല? യാതൊന്നുമില്ല. വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈഉൻ, നീയാണ് ഏറ്റവും അവസാനമായുള്ളവനാരാ? നീയാണ്. അതിനുശേഷം എന്തില്ല? യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സൂറത്തുൽ ഇഖ്ലാസിനോട് സാമ്യതയുള്ള ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. നീയാണ് ആദ്യമേ ഉള്ളവൻ,
നീയാണ് ഏറ്റവും അവസാനമായി ഉള്ളവൻ. എന്നിട്ട് പറയാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. വലം ഇല്ല, വലം യകുല്ലഹു അവനില്ല, കുഫുവൻ സമന്മാർ, അവനൊത്ത സമന്മാരെന്തില്ല അള്ളാഹുവിന് ഇല്ല എന്ന്. അപ്പൊ കുഫുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമാസിലൻ, അള്ളാഹുവിന് തുല്യനായിട്ട് എന്തില്ല, ആരും തന്നെ ഇല്ല എന്നാണ്. അള്ളാഹുവിന് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ ഈ ആയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസ്മാഉ വസിഫാത്ത് എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അള്ളാഹുവിന് തുല്യനായിട്ട് എന്തില്ല, ഒരാളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കരങ്ങളുണ്ട്, കൈയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല, മനുഷ്യനുള്ളത് പോലെയുള്ള കൈയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. കാരണം എന്താണ്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ യാതൊരാളും ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെ പോലെ ഒരാളും ഇല്ല എന്നാണ്, അവനെ പോലെ ഒരാളും ഇല്ല. അപ്പൊ അള്ളാഹുവിന് കരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെങ്ങനെ, അള്ളാഹു അവന് യോജിച്ച രൂപത്തിലാണുള്ളത്, അതല്ലാതെ അതിൻ്റെ കൈഫിയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത് എങ്ങനെ എന്ന് ചോദിച്ചറിഞ്ഞു പോകാൻ പാടില്ല. കാരണം കൈഫിയത്ത് അറിയണമെങ്കിൽ, ഏതൊരു വസ്തുവിൻ്റെയും രൂപം അറിയണമെങ്കിൽ ആ വസ്തുവിനെ അറിയണം. ഒരു വസ്തുവിൻ്റെ രൂപത്തെ അറിയണമെങ്കിൽ ആ വസ്തുവിനെ അറിയണം. ആ വസ്തുവിനെ അറിയാത്തിടത്തോളം കാലം എന്ത് ചെയ്യൂല, നമുക്ക് ആ രൂപം കണ്ടെത്താൻ പറ്റൂല. അപ്പൊ പിന്നുള്ള മാർഗം എന്താണ്, പിന്നുള്ള മാർഗം ആ വ്യക്തി തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന് കരങ്ങളുണ്ട്, അള്ളാഹുവിന് ഇന്ന ഇന്ന സിഫത്തുകളുണ്ട് എന്നുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യാം, ആ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും സലീമായ മാർഗം, ഏറ്റവും സുരക്ഷിതമായ മാർഗം. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും മാർഗം അതാണ്. അപ്പൊ എന്ത് ചെയ്യൂല, സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യൂല, സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യൂല, നിഷേധിക്കുകയുമില്ല. ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുകയുമില്ല. അള്ളാഹുവിന് എന്തുണ്ട്, സിഫത്തുകളുണ്ട്. അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സിഫത്തുള്ളവനാണ്. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, അള്ളാഹുവിന് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾക്കനുസൃതമായ വിശേഷണങ്ങളുമുള്ള ഉന്നതനായവനാണ് നമ്മുടെ റബ്ബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയപ്പെടുന്ന ആശയങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അഖീദാപരമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സൂചിപ്പിക്കാൻ പറ്റും. വളരെ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ജീവിതത്തിൽ പൂർണ്ണാർത്ഥത്തിൽ പാലിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.